ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നോളജ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് EVSലെ 12ാമത്തെ യൂണിറ്റ് നാടിനെ അറിയാമെന്ന പാഠം പഠിക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ പാഠം അറിഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ത്രിതല പഞ്ചായത്തുകളും പഠിച്ചിരിക്കണം. കൂട്ടുകാരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ? ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. എന്തൊന്നാണ് കൂട്ടുകാരെ? ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. കൂട്ടുകാരെ, ഇവരുടെ ഭരണത്തലവൻ ആരൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തിൻ്റെത് പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റിയുടേത് ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ, കോർപ്പറേഷൻ്റെത് മേയർ. എന്തൊക്കെയാണ് കൂട്ടുകാരെ? ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തലവൻ ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ്. മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തലവൻ ആരാണ്? ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. കോർപ്പറേഷന്റെ ഭരണത്തലവൻ ആരാണ്? മേയർ. ഗ്രാമപഞ്ചായത്ത് അംഗം, വാർഡ് മെമ്പർ. കൂട്ടുകാരെ, ഗ്രാമപഞ്ചായത്ത് അംഗം ആരാണ്? വാർഡ് മെമ്പർ. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അംഗം കൗൺസിലർ. മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും അംഗം കൗൺസിലർ. രണ്ടാമത്തെ ചോദ്യം, ത്രിതല പഞ്ചായത്ത്. കൂട്ടുകാരെ, ത്രിതല പഞ്ചായത്ത് ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. കൂട്ടുകാരെ, ത്രിതല പഞ്ചായത്ത് ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. കൂട്ടുകാരെ, ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? നാടിന്റെ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ആ നാട്ടിലെ ജനങ്ങൾ ഒത്തുചേരുന്നതാണ് ഗ്രാമസഭ. കൂട്ടുകാരെ, ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാടിന്റെ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ആ നാട്ടിലെ ജനങ്ങൾ ഒത്തുചേരുന്നതാണ് ഗ്രാമസഭ. നാലാമത്തെ ചോദ്യം, പണ്ട് കാലത്ത് തലച്ചുമടായി നടന്നു പോകുന്നവർക്ക് ചുമട് ഇറക്കി വയ്ക്കാനുള്ള സ്ഥലം എവിടെയാണ് കൂട്ടുകാരെ? അത്താണി അല്ലെങ്കിൽ ചുമട് താങ്ങി. എന്തോന്നാണ് കൂട്ടുകാരെ? അത്താണി അല്ലെങ്കിൽ ചുമട് താങ്ങി. പണ്ട് കാലത്ത് തലച്ചുമടായി നടന്നു പോകുന്നവർക്ക് ചുമട് ഇറക്കി വയ്ക്കാനുള്ള സ്ഥലം എന്താണ് കൂട്ടുകാരെ? അത്താണി അല്ലെങ്കിൽ ചുവട് താങ്ങി. ഇനി ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യനും ആൻസേഴ്സും നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തലവൻ ആര്? എന്തോന്നാണ് കൂട്ടുകാരെ? ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തലവൻ ആര്? പ്രസിഡന്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തലവൻ ആര്? മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തലവൻ ആര്? ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കോർപ്പറേഷന്റെ ഭരണത്തലവൻ ആര്? എന്തോന്നാണ് കൂട്ടുകാരെ? കോർപ്പറേഷന്റെ ഭരണത്തലവൻ ആര്? മേയർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ത്രിതല പഞ്ചായത്ത് സംവിധാനം ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? നാലാമത്തെ ക്വസ്റ്റ്യൻ, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. എന്തൊക്കെയാണ് കൂട്ടുകാരെ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിലനിൽക്കുന്ന പഞ്ചായത്ത് സംവിധാനം ഏത്? ത്രിതല പഞ്ചായത്ത്. കേരളത്തിൽ നിലനിൽക്കുന്ന പഞ്ചായത്ത് സംവിധാനം ഏത്? ത്രിതല പഞ്ചായത്ത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അറിയപ്പെടുന്നത് എന്തോന്നാണ് കൂട്ടുകാരെ? ഗ്രാമപഞ്ചായത്ത് അംഗം അറിയപ്പെടുന്നത് വാർഡ് മെമ്പർ. എന്തോന്നാണ് കൂട്ടുകാരെ? ഗ്രാമപഞ്ചായത്ത് അംഗം അറിയപ്പെടുന്നത് വാർഡ് മെമ്പർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ അംഗങ്ങൾ അറിയപ്പെടുന്നത് കൗൺസിലർ.
എന്തോന്നാണ് കൂട്ടുകാരെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ? മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ അംഗങ്ങൾ അറിയപ്പെടുന്നത് കൗൺസിലർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ക്രമസമാധാനം പാലിക്കാൻ ചുമതലയുള്ള പൊതുസ്ഥാപനം പോലീസ് സ്റ്റേഷൻ. എന്തോന്നാണ് കൂട്ടുകാരെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ? ക്രമസമാധാനം പാലിക്കാൻ ചുമതലയുള്ള പൊതുസ്ഥാപനം പോലീസ് സ്റ്റേഷൻ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഗ്രാമസഭ? ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? എന്താണ് ഗ്രാമസഭ? ഒരു നാടിന്റെ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ആ നാട്ടിലെ ജനങ്ങൾ ഒത്തുചേരുന്നതാണ് ഗ്രാമസഭ. ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? ഒരു നാടിന്റെ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ആ നാട്ടിലെ ജനങ്ങൾ ഒത്തുചേരുന്നതാണ് ഗ്രാമസഭ. പത്താമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതല ആർക്കാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. പത്താമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതല ആർക്കാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. 11ാമത്തെ ക്വസ്റ്റ്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. പോലീസ് സ്റ്റേഷന്റെ സേവനം എന്തൊക്കെയാണ്? 12ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. പോലീസ് സ്റ്റേഷന്റെ സേവനം എന്തൊക്കെയാണ്? ക്രമസമാധാനം പാലിക്കുന്നു, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു. പോലീസ് സ്റ്റേഷൻ സേവനം എന്തൊക്കെയാണ് കൂട്ടുകാരെ? ക്രമസമാധാനം പാലിക്കുന്നു, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ജനങ്ങളുടെ ആരോഗ്യ രക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏത്? ആശുപത്രി. ജനങ്ങളുടെ ആരോഗ്യ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏത്? ആശുപത്രി. 14ാമത്തെ ക്വസ്റ്റ്യൻ വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനം ഏത്? പോസ്റ്റ് ഓഫീസ്. വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനം ഏത്? പോസ്റ്റ് ഓഫീസ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകുന്ന സ്ഥാപനം ഏത്? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കാം. നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകുന്ന സ്ഥാപനം ഏത്? പൊതുവിതരണ കേന്ദ്രം. എന്താണ് കൂട്ടരെ ആൻസർ? പൊതുവിതരണ കേന്ദ്രം. 16ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമി വാങ്ങാനും വിൽക്കാനും വേണ്ട നിയമപരമായ സൗകര്യങ്ങൾ നൽകുന്ന സ്ഥാപനം ഏതാണ് കൂട്ടുകാരെ? സബ് രജിസ്ട്രാർ ഓഫീസ്. എന്താണ് കൂട്ടുകാരെ? സബ് രജിസ്ട്രാർ ഓഫീസ്. 17ാമത്തെ ക്വസ്റ്റ്യൻ കെട്ടിട നികുതി, തൊഴിൽ നികുതി സ്വീകരിക്കാൻ ചുമതലയുള്ള സ്ഥാപനം എന്താണ് കൂട്ടുകാരെ? ക്വസ്റ്റ്യൻ കെട്ടിട നികുതി, തൊഴിൽ നികുതി സ്വീകരിക്കാൻ ചുമതലയുള്ള സ്ഥാപനം ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. എന്തൊക്കെയാണ് കൂട്ടുകാരെ? ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. 18ാമത്തെ ചോദ്യം പഴയ കാലത്ത് മരിച്ചവരുടെ ശരീരാവശിഷ്ടങ്ങൾ വലിയ മൺഭരണികൾ അടക്കം ചെയ്തിരുന്നു. ഈ മൺഭരണിക്ക് പറയുന്ന പേര്? നന്നങ്ങാടി. ഒന്നുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പഴയ കാലത്ത് മരിച്ചവരുടെ ശരീരാവശിഷ്ടങ്ങൾ വലിയ മൺഭരണികളിൽ അടക്കം ചെയ്തിരുന്നു. ഈ മൺഭരണിക്ക് പറയുന്ന പേര്? നന്നങ്ങാടി. 19ാമത്തെ ക്വസ്റ്റ്യൻ പഴയ കാലത്ത് ജലം കൃഷിയിടത്തിൽ എത്തിക്കുന്നതിനുള്ള ഉപകരണം ഏത്? നമുക്കൊന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കാം. പഴയ കാലത്ത് ജലം കൃഷിയിടത്തിൽ എത്തിക്കുന്നതിനുള്ള ഉപകരണം ഏത്?
എന്തോന്നാണ് കൂട്ടുകാരെ ഉത്തരം? ജലചക്രം. നമുക്കൊന്നുകൂടെ നോക്കാം. പഴയ കാലത്ത് ജലം കൃഷിയിടത്തിൽ എത്തിക്കുന്നതിനുള്ള ഉപകരണം ഏത്? ജലചക്രം. ഭൂനികുതി സ്വീകരിക്കുന്ന സ്ഥാപനം ഏത്? വില്ലേജ് ഓഫീസ്. 21ാമത്തെ ക്വസ്റ്റ്യൻ. പണം വായ്പ നൽകുകയും നിക്ഷേപമായ സ്വീകരിക്കുകയും ചെയ്യുന്ന സ്ഥാപനം ഏത്? ബാങ്ക്. ഒന്നുകൂടെ നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പണം വായ്പ നൽകുകയും നിക്ഷേപമായി സ്വീകരിക്കുകയും ചെയ്യുന്ന സ്ഥാപനം ഏത്? ബാങ്ക്. 22ാമത്തെ ക്വസ്റ്റ്യൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രതിനിധികളെ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ജനങ്ങൾ വോട്ടെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഒന്നുകൂടി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രതിനിധികളെ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ജനങ്ങൾ വോട്ടിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ. കാർഷിക ഉപകരണങ്ങൾ, വിത്ത്, വളം എന്നിവ സൗജന്യ നിരക്കിൽ ലഭിക്കുന്നതിനും കൃഷി സംബന്ധമായ വിവരങ്ങൾ ലഭിക്കുന്നതുമായ പൊതുസ്ഥാപനം ഏത്? കൃഷിഭവൻ. നമുക്കൊന്നുകൂടെ നോക്കാം. കാർഷിക ഉപകരണങ്ങൾ, വിത്ത്, വളം എന്നിവ സൗജന്യ നിരക്കിൽ ലഭിക്കുന്നതിനും കൃഷി സംബന്ധമായ വിവരങ്ങൾ ലഭിക്കുന്നതിനുമായുള്ള നമുക്കൊന്നുകൂടെ നോക്കാം. കാർഷിക ഉപകരണങ്ങൾ, വിത്ത്, വളം എന്നിവ സൗജന്യ നിരക്കിൽ ലഭിക്കുന്നതിനും കൃഷി സംബന്ധമായ വിവരങ്ങൾ ലഭിക്കുന്നതുമായ പൊതുസ്ഥാപനം ഏത്? കൃഷിഭവൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ. വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന പൊതുസ്ഥാപനം ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന പൊതുസ്ഥാപനം ഏത്? ഇലക്ട്രിസിറ്റി ഓഫീസ്. വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന പൊതുസ്ഥാപനം ഏത്? ഇലക്ട്രിസിറ്റി ഓഫീസ്. 25ാമത്തെ ക്വസ്റ്റ്യൻ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കാം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരു.